സന്ദീപ് വാര്യർ അല്ലെങ്കിൽ വാര്യർ ബോംബ് അത് നനഞ്ഞ പടക്കമെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ C. കൃഷ്ണകുമാർ പ്രതികരിച്ചിരിക്കുകയാണ്. പാലക്കാട് മാധ്യമങ്ങളെ കണ്ട് കൃത്യമായ രേഖകളടക്കം അദ്ദേഹം മാധ്യമപ്രവർത്തകർക്ക് കൈമാറി. കൃത്യമായി കെട്ടിച്ചമച്ച ഒരു പരാതി, അത് കോടതി തള്ളിയതാണ്. അത് ബോധപൂർവമായി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രതിരോധത്തിലായ സമയം അവർക്ക് BJPക്കെതിരെ ഉപയോഗിക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു വ്യാജ പരാതി അത് വീണ്ടും വാർത്തയാക്കുകയായിരുന്നു. വാർത്തയാക്കിയവർക്കെതിരെ കൃത്യമായി നിയമ നടപടി സ്വീകരിക്കും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. വിവരം നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് വിനീഷ് കൂടി ചേർന്നുണ്ട്. വിനീഷ്, എന്തായാലും ഈ ഒരു പരാതി അത് വ്യാജമാണ് എന്ന് ഉറപ്പാണ്. ആ വ്യാജമാണ് എന്ന് അദ്ദേഹം ഇപ്പോൾ കോടതി തള്ളിയതടക്കം രേഖകളടക്കം അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും രണ്ട് പരാതികളാണ് C. കൃഷ്ണകുമാറിനെതിരെ തൻ്റെ ഭാര്യ സഹോദരി നൽകിയിരിക്കുന്നത്. കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒന്ന്, ഈ കുടുംബ പ്രശ്നമുണ്ടാകാൻ പ്രധാനപ്പെട്ട കാരണം വസ്തുതർക്കത്തെ ചൊല്ലിയുണ്ടായ തർക്കം. ആ വസ്തുതർക്കത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തിൻ്റെ സിവിൽ കേസായി ഒരു കേസ് കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കോടതിയിലും പോലീസ് സ്റ്റേഷനിലും നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഇതിൽ വൈരാഗ്യം പൂണ്ട് വീണ്ടും അടുത്തൊരു പരാതി നൽകുന്നു. തനിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന മറ്റൊരു പരാതി നൽകുന്നു. ഈ പരാതിയും പോലീസ് സ്റ്റേഷനിലും കോടതിയിലും നൽകി. പക്ഷേ ഈ രണ്ട് പരാതികളും തെളിവുകളില്ല, അതെല്ലാം തന്നെ കെട്ടിച്ചമച്ചതാണ് എന്ന് കോടതിയുടെ തന്നെ ഉത്തരവുകൾ, ജഡ്ജ്മെന്റ് ഉണ്ട്. ഈ രണ്ട് പരാതിയും നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി തന്നെ അവസാനിപ്പിച്ച കേസാണ്. ആ കേസിന്റെ ജഡ്ജ്മെന്റ് അടക്കം ഇപ്പോൾ C. കൃഷ്ണകുമാർ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വ്യക്തമാക്കി അത് കാണിക്കുകയും ചെയ്തു. അതിന്റെ ദൃശ്യങ്ങൾ നമ്മുടെ ചാനലിലൂടെയും സംപ്രേഷണം ചെയ്തിട്ടുണ്ട്, ആ ജഡ്ജ്മെന്റിന്റെ കോപ്പികൾ. ഒപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇത് കോൺഗ്രസിനുള്ളിലെ ഒരു രാഷ്ട്രീയ വിരോധം തീർക്കുക എന്ന തരത്തിൽ കോൺഗ്രസ് തൽക്കാലത്തേക്ക് രാഹുൽ തുടരുക. ഇപ്പോൾ പാലക്കാട് അരുൺ ആലത്തൂർ കൂടി ചേരുന്നുണ്ട്. അരുണ്, കൃത്യമായി അതായത് ഇപ്പോൾ പുറത്തു വന്ന വാർത്തകൾക്ക്, പരാതികൾക്കൊക്കെ കൃത്യമായി എണ്ണം പറഞ്ഞുകൊണ്ടുള്ള മറുപടിയായിരുന്നു C. കൃഷ്ണകുമാറിൻ്റെതല്ലേ? എങ്കിൽ തീർച്ചയായിട്ടും പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആദ്യ സംഭവമല്ല. കാരണം C. കൃഷ്ണകുമാറിനെതിരെ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ്, ഒരു നനഞ്ഞ പടക്കമാണ്. പാലക്കാട് പ്രസ് ക്ലബ്ബിൽ തന്നെ ഈ പരാതിക്കാരിയായ വ്യക്തി, അവരുടെ അമ്മയൊക്കെ വാർത്താ സമ്മേളനം നടത്തി. അന്ന് ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്യാത്തൊരു വാർത്ത കൂടിയാണിത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഏതായാലും ഈ പരാതിയുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അതായത് രണ്ട് പരാതികളാണ് അദ്ദേഹത്തിനെതിരെ ഉള്ളത്. ഒന്ന്, 2024 ജൂലൈ മാസത്തിൽ വന്ന ഒരു കോടതി വിധിയുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ പരാതി ഉണ്ടാകുന്നത് 2023 ഓഗസ്റ്റ് 16-നാണ്. സ്വത്ത് തർക്ക കേസാണ് സംഭവം. എന്താണെന്ന് വെച്ചാൽ C. കൃഷ്ണകുമാറിൻ്റെ ഭാര്യയുടെ സഹോദരിയായ വ്യക്തി അവരൊരു അന്യമതസ്ഥനെ വിവാഹം കഴിക്കുന്നു. ആ അന്യമതസ്ഥനെ വിവാഹം കഴിച്ചതിന് ശേഷം അവർ വീട്ടിൽ നിന്ന് പുറത്താവുന്നു. വീട്ടിലകത്തേക്ക് അവരെ കയറ്റുന്നില്ല. പിന്നീട് അവരുടെ അച്ഛന് ഒരു ആരോഗ്യ പ്രശ്നം പിടിപെട്ടതോടുകൂടെ തന്നെ അവർ വീണ്ടും തിരികെ വീട്ടിലേക്ക് എത്തുന്നു. വീട്ടിലേക്ക് എത്തിയ സമയത്ത് വീട്ടിലെ അലമാരകളും മറ്റുമൊക്കെ പരതി നോക്കുന്നു. ആ സമയത്ത് അച്ഛൻ്റെ വിൽപത്രത്തിൽ സ്വത്ത് മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത് C. കൃഷ്ണകുമാറിൻ്റെ ഭാര്യയായ മിനി കൃഷ്ണകുമാറിൻ്റെ പേരിലാണ്. ഇതോടുകൂടെ തന്നെ ഇവർ ഒരു സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കേസ് 2023 ഓഗസ്റ്റ് 16-ന് ഫയൽ ചെയ്യുകയായിരുന്നു. അതിനുശേഷം 2024 ജൂലൈ 24-നാണ് ഇത്തരത്തിൽ ഒരു വ്യാജ പരാതി C. കൃഷ്ണകുമാറിന് നേരെ ഇവർ ഉന്നയിച്ചത്. ഇവർ അവരെ മർദ്ദിച്ചു എന്നുൾപ്പെടെ ചേർത്തുകൊണ്ടാണ് അദ്ദേഹത്തിന് നേരെ ഒരു വ്യാജ പരാതി ഉന്നയിക്കുന്നത്. ആ വ്യാജ പരാതിയിന്മേൽ നോർത്ത് പോലീസാണ് അന്ന് കേസെടുത്തത്. ആ കേസിൻ്റെ FIR-ന്റെ നമ്പർ ഉൾപ്പെടെ അദ്ദേഹം പറയുന്നുണ്ട്. കൃത്യമായിട്ട് ക്രൈം നമ്പർ 712/14 എന്നതാണ് ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ ഇതിൻ്റെ ക്രൈം നമ്പർ. ഈ ക്രൈം നമ്പറിൽ പോലീസ് അന്വേഷണം നടത്തിയതിന് ശേഷം ഇതിലൊരു കഴമ്പുമില്ലാന്ന് പോലീസ് തന്നെ കണ്ടെത്തി ഈ പരാതിയിൽ. മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് കോടതി വിധി വരുന്ന സാഹചര്യമുണ്ടായി. ഒന്ന് 2024 ജൂലൈ മാസത്തിൽ വന്ന കോടതി വിധിയിൽ കൃത്യമായി പറയുന്നു C. കൃഷ്ണകുമാറിനെതിരെ ബോധപൂർവ്വം സൃഷ്ടിച്ചെടുത്തതാണ് ഇത്തരത്തിലൊരു പരാതി. നമുക്കറിയാം, എപ്പോഴും ഈ സ്വത്ത് തർക്ക കേസുമായി ബന്ധപ്പെടുമ്പോൾ ആദ്യഘട്ടത്തിൽ ഈ സ്വത്ത് തർക്ക കേസുകൾ ഉണ്ടാവും. അതിൻ്റെ രണ്ടാം ഘട്ടം എന്ന രീതിയിൽ ആ എതിരാളികളെ കൊടുക്കുന്നതിന് വേണ്ടി എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ലൈംഗിക പീഡനമോ അല്ലെങ്കിൽ മർദ്ദനമോ ഒക്കെയുള്ള കേസുകൾ. അതായത് എപ്പോഴും സിവിൽ കേസ് വരുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ക്രിമിനൽ കേസ് എന്നുള്ളത് രാജ്യത്ത് തന്നെ ഒരുപാട് കേസുകളിൽ നമുക്ക് എല്ലാ സ്വത്ത് തർക്ക കേസുകൾ എടുത്ത് പരിശോധിക്കുമ്പോഴും ഇത്തരത്തിൽ കാണാനാവും. സമാന രീതിയിൽ തന്നെയാണ് C. കൃഷ്ണകുമാർ എന്ന വ്യക്തിയെ